സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ്. മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കനറ ബാങ്കിന് മുൻവശം, ചേലക്കര. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ MPKB യോജനയുടെയും SKS ഏജന്റുമാരുടെ കുടുംബസംഗമവും ആദരിക്കൽ ചടങ്ങായ മിഴിവ് 2024 പ്രൗഢമായി. പഴയന്നൂർ ബ്ലോക്ക് മഹിളാ പ്രധാൻ ക്ഷത്രിയ ബഡ്ജറ്റ് യോജനയുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് സിസ്റ്റം ഏജന്റുമാരുടെയും കുടുംബസംഗമവും മുതിർന്ന ഏജന്റുമാർക്കുള്ള ആദരിക്കലുമാണ് മിഴിവ് 2024 പരിപാടിയിൽ നടന്നത്. കൂടാതെ 2023-24 സാമ്പത്തിക വർഷത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഏജന്റുമാർക്കുള്ള മൊമന്റോകളുടെ വിതരണവും സംഘടിപ്പിച്ചിരുന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന മിഴിവ് 2024 പരിപാടിയുടെ ഉദ്ഘാടനം ആലത്തൂർ ലോക്സഭാ അംഗം K. രാധാകൃഷ്ണൻ നിർവഹിച്ചു. നമ്മുടെ ഉദ്ഘാടനത്തിന്റെ ഏറ്റവും മഹനീയമായ വേളയാണ് ഈ അവസരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നമ്മുടെ പാവപ്പെട്ടവരുടെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത്. ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് രാജ്യത്തിന് മുതൽക്കൂട്ടായി മാറുക. അതോടൊപ്പം തന്നെ കുറേ അധികം ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള അവസരമാണ്. ഇവിടെ തങ്കോപ്പ ഇരിക്കുന്നുണ്ട്, ഏറ്റവും ടോപ്പാണ്. തങ്കോപ്പ ഈ നമ്മുടെ ബ്ലോക്ക് അതിർത്തിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നടത്തുന്ന ഏജന്റായിരുന്നു. കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? കേൾക്കുന്നില്ലെന്നല്ലേ? ആദ്യം വന്നത് അവരല്ല, അന്തർജനാണ്, ചന്ദ്രവല്ലി അന്തർജന. പക്ഷെ അവര് വയ്യാതെ കിടക്കുകയാണ്. ഏജന്റുമാരായി പിന്നെ വയസ്സായി കിടക്കും. വരാൻ പറ്റില്ല. എന്നാലും ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കി ഏജന്റുമാരെന്നുള്ള പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. നന്നായി പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലപോലെ കഷ്ടപ്പെട്ടില്ല. രാവിലെ ഈ തക്കോപ്പൊക്കെ രാത്രിയൊക്കെയാണ് തോണുകൂരൊക്കെ നടന്നിരുന്നത്. അന്ന് കൂടെ ആരും ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് തന്നെ എല്ലാ സ്ഥലത്തും നല്ല കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് തന്നെയാണ് ഏജന്റുമാർ പൈസ കളക്ട് ചെയ്യും, അതിൻ്റെ ഏജന്റ് ഫീസ് നിർവഹിച്ചു. അപ്പോൾ കുടുംബത്തെ സംരക്ഷിക്കാനും അതുകൊണ്ട് കഴിയും. കുടുംബത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിനും വലിയ സേവനമാണ് അവർ ചെയ്തത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷനായിരുന്നു. പലപ്പോഴും നിങ്ങളുടെ യോഗങ്ങൾ കണക്കുകളുടെയും വരുമാനത്തിൻ്റെയും ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒന്നായി കാണാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലയിലേക്ക് കുടുംബസംഗമം സംഘടിപ്പിക്കാനും അതുമായി തുടർന്നുള്ള കാലങ്ങളിൽ മുന്നോട്ട് പോകാനും നിങ്ങളെടുത്ത തീരുമാനം ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഇതിനിടയിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നിങ്ങൾക്കിടയിലുള്ള ചില ക്ഷേമ പ്രവർത്തനങ്ങളിൽ കൂടി നിങ്ങൾ ഇടപെടാറുണ്ട് എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും ഏജന്റുമാർക്കിടയിൽ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളോട് ചേർന്ന് നിൽക്കാൻ പലപ്പോഴും നിങ്ങൾ മനസ്സ് കാണിക്കാറുണ്ട് എന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കി. കേവലം അത് നിങ്ങൾക്കിടയിൽ മാത്രമല്ല, പൊതുസമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിലേക്ക് അത്തരം നിങ്ങളുടെ ഇടപെടലിനെ മാറ്റി തീർക്കണം എന്ന ഒരു അപേക്ഷ കൂടി ഈ സമയത്ത് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. വൈസ് പ്രസിഡന്റ് P. പ്രശാന്തി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശ്രീജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM മനീഷ്, ഗീത രാധാകൃഷ്ണൻ, ഷിജിത ബിനീഷ്, സെക്രട്ടറി S. ശ്രീനിവാസൻ, MPKBY ഏജന്റ് ശോഭന രാജൻ, ഷീല സുനിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. CCV ന്യൂസ്, പഴയന്നൂർ.